മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് അവസാനം ആ ഫോട്ടോ എടുക്കാൻ വന്ന വിമാനത്തിന്റെ കൂലിയടക്കം ഈ സംസ്ഥാനത്തിന്റെ സർക്കാരിന്റെ കയ്യിൽ നിന്ന് കുത്തിന് പിടിച്ചു വാങ്ങിയ ഏറ്റവും വൃത്തികെട്ട രാഷ്ട്രീയം പയറ്റുകയാണ് നമ്മുടെ രാജ്യത്തിലെ കേന്ദ്ര ഭരണകൂടം. ഇപ്പോൾ ഏറ്റവും അവസാനം ഈ ദുരന്തകാലത്ത് കേരളത്തെ സഹായിക്കാൻ, വയനാടിനെ സഹായിക്കാൻ എത്തിയ സൈന്യത്തിന്റെ ചെലവിലേക്ക് 153 കോടി രൂപ കേരളം കേന്ദ്രത്തിന് കൊടുക്കണമെന്ന് ഇങ്ങോട്ട് ബില്ലയച്ചിരിക്കും. ഈ സമ്മേളന കാലയളവ് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉത്സവ പ്രതീതി നൽകുന്നുവെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർക്ക് തങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ഉഗ്രരൂപത്തിൽ പ്രകടിപ്പിക്കാനുള്ള കാലമാണ്. അവർ അതിനുവേണ്ടിയുള്ള ഏത് മുന്നുപാധിയും സ്വീകരിക്കും. ഇവിടെ ആമുഖമായി സൂചിപ്പിച്ചു മാധ്യമങ്ങളെ സംബന്ധിച്ച് ഞാൻ സൂക്ഷ്മതയുള്ള വിശദാംശങ്ങളിലേക്ക് കടന്നു പോകുകയല്ല. പ്രത്യേകിച്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പാനന്തരമുള്ള ഇന്ത്യൻ അനുഭവത്തിൽ മത്സരാധിഷ്ഠിതമായ ബുദ്ധിയോടുകൂടെ കേരളീയ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയ നിർണയത്തുമായി അസ്തമിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ പ്രഖ്യാപനം നടത്തുകയാണ്. CPIM ഇതാ അകാലചരമം പ്രാപിക്കാൻ പോകുന്നു. ഇടതുപക്ഷം നമ്മുടെ നാട്ടിലും ലോകത്തെവിടെയും അപ്രസക്തമായി തീരാൻ പോകുന്നു. ഇങ്ങനെ ഒരു ചരമക്കുറിപ്പ് വ്യവസായം അതിന് നേതൃത്വം നൽകുകയാണ്. സ്വാഭാവികമായി ഒരു ചോദ്യം ഉയരാം. ലോകത്തെവിടെവിടങ്ങളിൽ ഇടതുപക്ഷ രാഷ്ട്രീയം ഒരു ബഹുജന സമരശക്തിയായി വളർന്നു വന്നിട്ടുണ്ടോ? അവിടെവിടങ്ങളിൽ ഇത്തരം ആക്രമണങ്ങൾ നമുക്ക് ഏറ്റുവാങ്ങേണ്ട വന്നിട്ടില്ലേ? നിശ്ചയമായും ഉണ്ട്. പക്ഷെ ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണ്? 1987-89 ചിന്താ പബ്ലിഷേഴ്സ് അല്പമാസങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധീകരിച്ച വിമോചന സമര കാലയളവിലെ മാധ്യമ വാർത്തകളെ സംബന്ധിച്ചൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ ശ്രദ്ധേയമായ ഒരു ഘട്ടം, വിമോചന സമരാനന്തരം കുപ്രസിദ്ധിയാർജിച്ച തന്റെ മകളുടെ നിർബന്ധത്തിന് വഴങ്ങി അധികാരത്തിന്റെ തെറ്റായ പ്രയോഗം വഴി നമ്മളേറെ ആദരിക്കുന്ന എന്നാൽ തെല്ലും വിയോജിപ്പുകളുള്ള പണ്ഡിറ്റ് നെഹ്റു കേരളം തിരഞ്ഞെടുത്ത പ്രഥമ ഗവൺമെന്റിനെ പിരിച്ചുവിടുന്നു. ഗവൺമെന്റ് പിരിച്ചുവിടപ്പെട്ടതിന് ശേഷം ഒരു വനിതാ മാധ്യമ പ്രവർത്തകയാണെന്നാണ് എന്റെ ഓർമ്മ. അവർ EMSുമായി അഭിമുഖം സംഘടിപ്പിക്കുന്നു. അഭിമുഖ വേളയിൽ പ്രസക്തമായ ഒരു ചോദ്യം EMനോട് ചോദിക്കുകയാണ്. കേരളത്തിലെ വിമോചന സമരം എന്തൊക്കെ വിമർശനങ്ങളുണ്ടെങ്കിലും ജനങ്ങൾ അണിനിരന്ന ഒരു സമരമായിരുന്നില്ലേ എന്നായിരുന്നു ചോദ്യം. 47% വരുന്ന ജനങ്ങളുടെ പിന്തുണയുമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വന്നത്. എന്നിട്ടും അല്പമെങ്കിലും തെറ്റിദ്ധരിക്കപ്പെട്ടതാകാം, പക്ഷെ ജനങ്ങളുടെ സ്വാധീനമുണ്ടായിരുന്ന ഈ സമരം എന്തുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു? EMSന്റെ അർത്ഥസമ്പൂർണമായ മറുപടി 2 വാക്കാണ്, വെറും 2 വാക്ക്. EMS പറഞ്ഞു, നുണ പറഞ്ഞതുകൊണ്ട്. തന്റെ വാദത്തെ സാധൂകരിക്കാൻ ലളിതമെങ്കിലും പ്രസക്തമായ ഒരു കണക്കഥകൾ വിശദീകരിക്കുന്നുണ്ട്. അത് കേരളത്തിലെ മാധ്യമ സാന്ദ്രതയെ സംബന്ധിച്ചതാണ്. EMS എന്ന് പറഞ്ഞു, 1987-89 വിമോചന സമരത്തിന് മുമ്പ് കേരളത്തിൽ പ്രസാദനം ചെയ്യപ്പെട്ടിരുന്ന പത്രമാധ്യമങ്ങളുടെ എണ്ണം, അച്ചടി മാധ്യമങ്ങളുടെ എണ്ണം അതെത്രയാണ്? അത് 7ൽ കവിയുന്നുണ്ടായിരുന്നില്ല. എന്നാൽ വിമോചന സമരാനന്തരം കേരളം ഇന്നയോളം ദർശിച്ച ഏറ്റവും പ്രതിലോമകരമായ ഒരു സമര ആവാസത്തെ തുടർന്ന് കേരളത്തിൽ പ്രചുര പ്രചാരം ശ്രദ്ധിച്ച പത്രമാധ്യമങ്ങളുടെ എണ്ണം എത്രയാണ്? അത് 17ന് മേലെയാണ്. EMS പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് 7 മുതൽ 17 വരെയുള്ള ഈ പത്രമാധ്യമങ്ങളിൽ 4 പേർ ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് ആഭിമുഖ്യം പുലർത്തിയവരായി. ഫേക്ക് ന്യൂസുകളിലൂടെ, ഡീപ് ഫേക്കുകളിലൂടെ ഈ വാക്കുകളൊക്കെ ഈ കാലഘട്ടത്തിന്റെ നമ്മുടെ രാഷ്ട്രീയത്തെ, CPMന്റെ രാഷ്ട്രീയത്തെ, നേരിന്റെ രാഷ്ട്രീയത്തെ ഒക്കെ തോൽപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ എങ്ങനെയൊക്കെയാണോ പയറ്റാൻ സാധിക്കുക അങ്ങനെയൊക്കെ പയറ്റാൻ സജ്ജരായി നിൽക്കുന്ന വലിയൊരു കൂട്ടർ നമ്മുടെ മുമ്പിലുണ്ട്. ആ കൂട്ടരുടെ മുമ്പിലാണ് രാഷ്ട്രീയം പറയാൻ 2024 നമ്മളുടെ ലോക്കൽ സമ്മേളനങ്ങൾ മുതൽ ബ്രാഞ്ചും ലോക്കലും ഏരിയയും കഴിഞ്ഞ് ഇനി ജില്ലാ സമ്മേളനത്തിലേക്ക് ഈ കേരളത്തിൽ CPIM എന്നുള്ള പാർട്ടി കടക്കുന്നു. അത് കഴിഞ്ഞ് അടുത്ത വർഷം മധുരയിൽ നടക്കുന്ന ദേശീയ കോൺഗ്രസ്, ആ കോൺഗ്രസിലൂടെ അടുത്ത 3 വർഷത്തേക്ക് ഈ രാജ്യത്ത് നടപ്പിലാക്കേണ്ടുന്ന രാഷ്ട്രീയം എന്താണ് എന്നുള്ളതിൽ കൃത്യതയും വ്യക്തതയും ഉണ്ടാകാൻ പോകുന്ന ഒരു പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിന് വേണ്ടി എങ്ങനെയാണ് അവനവന്റെ പ്രദേശത്ത് ശബ്ദമാകാൻ സാധിക്കുക, എങ്ങനെയാണ് വണ്ടൂർ ഏരിയയുടെ പ്രദേശത്ത് കരുവാരക്കുണ്ടിൽ തൊട്ടപ്പുറത്തുള്ള പഞ്ചായത്തുകളിൽ ഈ വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ നിങ്ങളുടെ ഏരിയ സെക്രട്ടറി വളരെ കൃത്യമായ ആ രാഷ്ട്രീയത്തെ കൂടി അടയാളപ്പെടുത്തിയാണ് അദ്ദേഹത്തിന്റെ അധ്യക്ഷ പ്രസംഗത്തിലൂടെ കടന്നുപോയത്. തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ നേരിടേണ്ടി വരുമ്പോഴും വർഗീയതയോട്, ഭൂരിപക്ഷ വർഗീയതയാവട്ടെ ന്യൂനപക്ഷ വർഗീയതയാവട്ടെ,
അതിനോട് നമുക്ക് സന്ധി ചെയ്യാൻ കഴിയില്ല എന്നുള്ള കൃത്യമായ രാഷ്ട്രീയം ഈ കേരളത്തിന്റെ മുന്നിലേക്ക് വെക്കുന്നത് നമ്മൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും നാടിന്റെ നാളേക്ക് വേണ്ടിയാണ്, നല്ലതിനു വേണ്ടിയാണ് എന്നുള്ള ആ സത്യം നേരത്തെ സൂചിപ്പിച്ച ഇടതുപക്ഷ ഭരണം 8.5 കൊല്ലം കൊണ്ട് ഈ നാട്ടിൽ നേടിയത് എന്ത് എന്നുള്ളത് കേവലം ജീവിച്ചു പോകാൻ വേണ്ടി, നിലനിന്നു പോകാൻ വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി മാത്രമല്ല, പകരം നാളേക്ക് വേണ്ടിയാണ്, എന്റെയും നിങ്ങളുടെയും അടുത്ത തലമുറയുടെ അടിത്തറ പാകുന്നതിന് വേണ്ടിയാണ് എന്നുള്ള വലിയ ഉത്തരം ഈ നാടിനെ ബോധിപ്പിക്കാൻ നമുക്കൊരു ചുമതലയുണ്ട്. 2056 കേരളം അതിന്റെ 100ാമത്തെ വയസ്സാഘോഷിക്കാൻ പോവുകയാണ്. കേരളം 1956 ഉണ്ടായ ശേഷം 100 വയസ്സ് തികയുന്നത് 2056 അന്ന് കേരളം എങ്ങനെ ഉണ്ടാകണം എന്നുള്ളതിന്റെ തീരുമാനമെടുക്കണമെങ്കിൽ 2026 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിന് പിഴക്കരുത് എന്നുള്ള വലിയ സന്ദേശം നൽകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഞാൻ അതാണ് പറയുന്നത്. നിലനിൽപ്പിന്റെ ശരികളല്ല, കാലഘട്ടത്തിന്റെ ശരികളല്ല, വരുന്ന കാലഘട്ടത്തിന്റെ ശരി കൂടി വിളിച്ചോതാൻ ഒരൊറ്റ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിനെ കഴിയൂ. അത് നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രമാണെന്ന് കേരളത്തിന്റെ ജനങ്ങളുടെ മുന്നിൽ തെളിയിക്കാൻ, അതാണ് ഈ ഏരിയ സമ്മേളനത്തിലൂടെ വണ്ടൂർ പ്രദേശത്തെ സഖാക്കൾ ഓരോരുത്തരും ഏറ്റെടുക്കാൻ പോകുന്ന ചരിത്ര ദൗത്യം. എങ്ങനെയാണ് എന്നെയും നിങ്ങളെയും കണ്ട് കമ്മ്യൂണിസ്റ്റുകാരാണ് ശരി എന്ന് ഈ നാട് തീരുമാനിക്കാൻ പോകുന്നത് എന്ന്, ഇടതാണ് ശരി എന്നുള്ളത് അടയാളപ്പെടുത്തപ്പെടാൻ എങ്ങനെയാണ് ഈ നാട് ഒരുങ്ങാൻ പോകുന്നത് എന്ന് 1 വർഷത്തിന്റെ ഉള്ളിൽ തന്നെ നടക്കാൻ പോവുകയാണ്. ഇവിടുത്തെ ഓരോ പഞ്ചായത്തുകളിലേക്കും മുനിസിപ്പാലിറ്റികളിലേക്കും കോർപ്പറേഷനുകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് 4 വർഷം പൂർത്തീകരിക്കാൻ പോകുന്നു. എങ്ങനെയാണ് ആ ജനങ്ങൾ നമ്മളെ ഈ തെരഞ്ഞെടുപ്പുകളിലൂടെ ജനകീയ അടിത്തറയുള്ള നമ്മുടെ പ്രസ്ഥാനത്തെ വീണ്ടും തെരഞ്ഞെടുക്കാൻ പോകുന്നത് എന്ന് നമുക്ക് തെളിയിച്ചു കൊടുക്കാനുള്ള ഒരു അവസരമായിട്ടായിരിക്കണം അത് കാണേണ്ടത്.